അമ്പു, ഹാംസ്റ്റേഴ്സ് തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ കഴിക്കുമോ? കഴിക്കും കേട്ടോ. കാണാൻ വളരെ ക്യൂട്ടും യാതൊരു ഉപദ്രവവും ഇല്ലാത്തൊരു ജീവിയാണ് ഹാംസ്റ്ററെങ്കിലും പേരൻറ്റ്സ് എന്നുള്ള നിലയ്ക്ക് ഹാംസ്റ്റേഴ്സ് അത്ര യോഗ്യരല്ല. മെയിൽ ഹാംസ്റ്റേഴ്സും ഫീമെയിൽ ഹാംസ്റ്റേഴ്സും കുഞ്ഞിനെ കഴിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഫീമെയിൽ ഹാംസ്റ്റർ തൻ്റെ സ്വന്തം കുഞ്ഞിനെ കഴിക്കുന്നതാണ്. ഇതിന് പല റീസൺസ് പറയുന്നുണ്ട് കേട്ടോ. അതായത് സ്ട്രെസ് കൊണ്ടാണെന്ന് പറയുന്നതുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഫുഡ് കിട്ടിയില്ലെങ്കിലാണെന്ന് പറയുന്നതുണ്ട്, ജനിച്ച ബേബീസ് അഥവാ പപ്പീസ് അത് ഹെൽത്തി അല്ലെങ്കിൽ അമ്മ ഹാംസ്റ്റർ അതിനെ കഴിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി റീസൺസ് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ടു നിൽക്കുമ്പോഴത്തേനും ഞെട്ടിപ്പോകുന്നൊരു ദൃശ്യമാണ്. ആക്ച്വലി മെയിൽ ഹാംസ്റ്റേഴ്സ് കഴിക്കും എന്നുള്ളതുകൊണ്ട് ആദ്യം എല്ലാം ഒരു കൂട്ടിലായിരുന്നു കിടന്നത്, മെയിലും ഫീമെയിലും ഒരു കൂട്ടിൽ. അപ്പോൾ ആ കൂട്ടിലാണ് ഫീമെയിൽ ഹാംസ്റ്റർ 5 പപ്പീസിന് ജന്മം നൽകിയത്. അപ്പം അത് കണ്ട ഉടനെ എന്ത് ചെയ്തു, ഞങ്ങൾ മെയിലിനെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഫീമെയിലിനെയും കുഞ്ഞുങ്ങളെ മാത്രം ഇതിലാക്കി. അല്പം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേനും കണ്ട ദൃശ്യമാണ് അതതിൻ്റെ ഒരു കുഞ്ഞിനെ തന്നെ കഴിക്കുന്നത്. പിന്നീട് കുഞ്ഞുങ്ങൾ അത് എടുക്കുമ്പോഴത്തേനും തന്നെ അയ്യോ കഴിക്കാനാണോ എന്നുള്ളൊരു ടെൻഷനോടെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ പിന്നെ ഇതുവരെ എന്തായാലും വേറെ കുഞ്ഞുങ്ങളൊന്നും അത് കഴിച്ചിട്ടില്ല. ആദ്യം 5 ഉണ്ടായിരുന്നു, അതിലൊരെണ്ണത്തിനെ കഴിച്ചു, ബാക്കി 4 ഇപ്പോഴും അലൈവാണ്. അതിന് ഹാംസ്റ്റർ പാമ്പർ ചെയ്ത് തന്നെ നോക്കുന്നുണ്ട്. ഇതിന് പല റീസൺസ് പറയുന്നുണ്ട്. സ്ട്രെസ്സാണെന്ന് പറയുന്നുണ്ട്, അതേപോലെ ഫുഡ് പ്രോപ്പറായിട്ട് അത് ഉദ്ദേശിക്കുന്ന ഫുഡ് അതിന് ആ ഒരു ഇത്ര നല്ല കെയർ ചെയ്തേയും ഡെലിവറി ചെയ്തൊക്കെ ആ ഒരു ന്യൂട്രീഷൻ കിട്ടത്തക്ക വിധത്തിലുള്ള ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ അതിൻ്റെ സറൗണ്ടിങ് ഓക്കെ അല്ല എന്നതിന് തോന്നുകയാണെങ്കിൽ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ എണ്ണം കൂടിപ്പോയാലും അത് കഴിക്കുമെന്ന് പറയുന്നു. അധികം കുട്ടികളുണ്ടെങ്കിൽ അത് കഴിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി റീസൺസ് ഇതിന് പറയുന്നുണ്ട്. ഇതിൽ ഏത് റീസൺ കൊണ്ടാണ് നമ്മൾ ആ ഹാംസ്റ്റർ കഴിച്ചതെന്നുള്ളത് വ്യക്തമല്ല. ഒരുപക്ഷെ ന്യൂട്രിയൻസിൻ്റെ എന്തെങ്കിലും കുറവുണ്ടായിരിക്കും. നമുക്കിത് സർപ്രൈസായിട്ടാണ് ബേബീസിനെ കിട്ടിയത്. ഹാംസ്റ്ററിനെ നോർമലി കൂട്ടിലിട്ടിരുന്നു, നമ്മൾ നോക്കിയപ്പോൾ ഇതായി. പിന്നെ മാറ്റിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അതിന് ആവശ്യമുള്ള ഫുഡൊക്കെ കൊടുത്തു. ആ ഫുഡിൻ്റെ പ്ലേറ്റിൽ തന്നെ ഒരു ബേബി അതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹാംസ്റ്റേഴ്സ് അതിൻ്റെ കുഞ്ഞിനെ തന്നെ കഴിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫുഡ് ആവശ്യത്തിനല്ല അതിലേറെ ഫുഡും കൊടുക്കുക, അതേപോലെ അതിന് ഇടയ്ക്കിടയ്ക്ക് പോയി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.